പാലക്കാട് പ്രായിരി ചുങ്കത്താണ് ഇന്ന് വൈകുന്നേരത്തോട് ഒരു വെട്ട് നടന്നിരിക്കുന്നത്. ഒരാളെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കയറിയാണ് വെട്ടിയിരിക്കുന്നത്. ഇതാണ് ആ സ്ഥാപനം. ഈ സ്ഥാപനം വെൽഡിംഗ് വർക്ക്ഷോപ്പാണ്. ഈ വെൽഡിംഗ് വർക്ക്ഷോപ്പിന്റെ ഉടമയായ അബ്ദുൽ ഗഫൂറിനാണ് വെട്ടേറ്റിരിക്കുന്നത്. ഇൻഡസ്ട്രീസ് എന്ന ഈ സ്ഥാപനത്തിന് ഉള്ളിൽ കയറിയാണ് ഒരു ബൈക്കിലെത്തിയ ഒരു യുവാവ് വെട്ടിയത്. തലയ്ക്കും അതുപോലെ തന്നെ കഴുത്തിന് പിറകിലുമാണ് വെട്ടേറ്റിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ ഒരു ജീവന് ഭീഷണിയുള്ള പരിക്കില്ല എങ്കിലും അത് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. അതിനുശേഷം നാട്ടുകാർ തന്നെയാണ് ഈ പ്രദേശത്ത് നിന്ന് ഈ ബൈക്കിലെത്തിയ ആളെ പിടികൂടി ഈ മേഖലയിൽ നിന്ന് പോലീസിനെ വിളിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ എന്ത് തർക്കമാണ് ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നതെന്ന് അറിയില്ല. കൊല്ലങ്കോട് സ്വദേശിയായ ജയകൃഷ്ണൻ എന്നയാളാണ് ഇപ്പോൾ പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലുള്ളത്. അദ്ദേഹത്തിന് എന്ത് തരത്തിലുള്ള വൈരാഗ്യമാണ് ഈ അബ്ദുൽ ഗഫൂറുമായി ഉള്ളത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ കാറിലെങ്കിലും ഇരിക്കുകയായിരുന്നു. കാറ് ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടിട്ട് എൻ്റെ ഫാമിലി കടയിൽ കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു സ്കൂട്ടർ വന്ന് വീണു, ഒരു ശബ്ദം കേട്ടു. എൻ്റെ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് മുട്ടുകയും ചെയ്തു. ഒരാൾ ഇറങ്ങി ഓടുന്നു ആ സ്കൂട്ടറിൽ നിന്ന് ഹെൽമറ്റോട് കൂടിയിട്ട്. പിന്നെ വന്നത് പിന്നാലെ കുറച്ച് കുട്ടികൾ ഓടി വന്നിട്ട് അവനെ അടക്കം പിടിക്കണ ഞാൻ കണ്ട്. തിരിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഒരു വടിവാളൊക്കെ ഉണ്ടായിരുന്നു, ഒരു നല്ല വെട്ടുകത്തി. പിന്നെ അവനെ പിടിച്ചിങ്ങോട്ട് അവൻ്റെ ഫാറൂഖിൻ്റെ കടയ്ക്ക് കൊടുത്തിട്ട് പിന്നെയുള്ളത് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. ഞാൻ അവിടെ നിർത്തുള്ളൂ, കാരണം ആൾക്കാർ നല്ലോണം കൂടിക്കഴിഞ്ഞു. ഇതാണ് സംഭവം. പിന്നെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ പേടിക്കലല്ല കാര്യം. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. പക്ഷെ അതല്ല, ഈ പേടിയല്ല കാര്യം. നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന സമയത്തേ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കടന്നു കൂടിയിട്ടേ കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ അല്ലേ അതല്ലേ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ. ഇതിപ്പോൾ എന്താ വെട്ടിയിട്ട് ഇപ്പോൾ എന്താ കാര്യം? അവൻ കട്ടത്തിലായില്ലേ? ഇപ്പോൾ രണ്ടുപേരും കട്ടത്തിലായി. എന്തായാലും ഈ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടുന്നനെ തന്നെ വന്നൊരു ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ്. മുളകുപൊടി എറിഞ്ഞാണ് ഇത്തരത്തിൽ ഗഫൂറിനെ വെട്ടിയിരിക്കുന്നത്. വലിയൊരു വടിവാളുണ്ട് എന്ന് ആ റിട്ടയർഡ് അധ്യാപകൻ, നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ച റിട്ടയർഡ് അധ്യാപകൻ പറയുകയുണ്ടായി. എന്തായാലും പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു ആക്രമണത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് നാട്. എന്താണ് ഇവർ തമ്മിലുണ്ടായ വ്യക്തിപരമായ പ്രശ്നം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത പോലീസ് നൽകുന്നില്ല. അനുവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.